മോളിവുഡ് ടൈംസ് റിസർവേഷനെ മോശമായി ചിത്രീകരിച്ചോ? പല റിവ്യൂസിലും കമന്റ് സെക്ഷനുകളിലും ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. ചിലവർക്ക് എന്താണ് എഴുത്തുകാരൻ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടുമില്ല. സിനിമയിൽ സംവരണത്തിന്റെ കാര്യം ഇടയ്ക്കിടയ്ക്ക് മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ് കൃത്യമായി ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. റിസർവേഷനെ കുറിച്ച് ഒരു സാധനം പറഞ്ഞു, അതെന്ത് ലോജിക്കാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായത് ഞാൻ ഇവിടെ പറയാം. നായകന്റെ കൂട്ടുകാരൻ പഠിത്തത്തിൽ മുന്നിലാണ്. താൻ ബ്രില്യന്റും ഹാർഡ് വർക്കിംഗും ആയതുകൊണ്ട് കിട്ടുന്ന അംഗീകാരങ്ങൾ പോലും റിസർവേഷൻ കാരണം മാത്രമാണ് കിട്ടിയതെന്ന് പറഞ്ഞ് സൊസൈറ്റി അയാളെ വില കുറച്ച് കാണുന്നു. താനിനി എത്ര ഹാർഡ് വർക്ക് ചെയ്താലും ഇതൊക്കെ തന്നെ അവസ്ഥ എന്ന് മനസ്സിലാക്കി അയാൾ പഠിത്തം നിർത്തി സിനിമ ട്രൈ ചെയ്യുന്നു. അവിടെയെങ്കിലും തന്റെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് മാറ്റി നിർത്തി ആളുകൾ അയാളുടെ കഴിവ് അംഗീകരിക്കുമെന്ന് കരുതിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ അയാൾക്ക് തെറ്റി. അവിടെയും കഴിവിന് പകരം സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ടാണ് അയാൾക്ക് അംഗീകാരങ്ങളും അവാർഡും ഒക്കെ ലഭിക്കുന്നത്. നിനക്കറിയാലോ, ഞാനെടുത്തതൊരു മഹത്തരമായ സിനിമയൊന്നുമില്ല. അത് മഹത്തരമാണെന്ന് തോന്നാൻ കാരണം എൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. കഴിവിനും മേലെ റെപ്യൂട്ടേഷനും ബാക്ക്ഗ്രൗണ്ടും നോക്കി ആളുകളെ അംഗീകരിക്കുന്ന ഈ ലോകത്തിനെ അഡ്രസ് ചെയ്യാനായിട്ടാണ് ഇതിൽ റിസർവേഷന്റെ ഒരു സ്റ്റോറി ലൈൻ കാണിക്കുന്നത്. അല്ലാതെ റിസർവേഷനെ മോശമായി കാണിക്കാനല്ല. ഇതാണ് എനിക്ക് ഈ ഫിലിമിൽ നിന്ന് മനസ്സിലായത്. നിങ്ങൾക്ക് മനസ്സിലായ കാര്യം താഴെ കമന്റ് ചെയ്യൂ.